ജാസ്മിൻ കുഞ്ഞോൾ എഴുതുന്ന റൂഹിന്റെ പാതി. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇന്നാണ് ആ ദിവസം. നാട്ടുപ്രമാണികളിൽ പ്രമാണിയായ ബീരാൻ ഹാജിയുടെ 4 മക്കളിൽ ഏക ആൺതരി അനീസിന്റെ വിവാഹം. ഇത്രയും കാലം കാത്തിരുന്ന ആഘോഷത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ബദ്രുൽ മുനീറിനെ അനുസ്മരിപ്പിക്കുന്ന അഴകോടെ തന്റെ പ്രിയപ്പെട്ട ഇത്താത്തമാരുടെയും കൂട്ടുകാരുടെയും നടുവിൽ അനീസ് ഒരു നക്ഷത്രത്തെ പോലെ മിന്നിത്തിളങ്ങുന്നു. ബീരാൻ ഹാജിയുടെ വീട് ഇത് വെറുമൊരു വീടല്ല, താജ്മഹലിന്റെ ശോഭയോടെ അത് ജ്വലിച്ച് നിൽക്കുകയാണ്. ആഡംബരത്തിന് കയ്യും കാലും വെച്ച പോലെയുള്ള ഹാജിയാരുടെ പത്രാസ് നാട്ടുകാരെ അറിയിക്കാൻ കിട്ടുന്ന ഒരവസരവും അദ്ദേഹം പാഴാക്കാറില്ല. ആ പ്രൗഢിക്ക് ചേരുന്ന വിധം ഒരു പ്രമാണി കുടുംബത്തിൽ നിന്ന് തന്നെ മകന് വധുവിന് വേണമെന്ന് നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ബീരാൻ ഹാജിയാരുടെ അത്ര തന്നെ എത്തില്ലെങ്കിലും അയൽ നാട്ടിലെ പേരും പ്രശസ്തിയുമുള്ള കുടുംബമായിരുന്നു അബൂബക്കർ സാഹിബിന്റേത്. അദ്ദേഹത്തിന്റെ മകൾ ആഷിക എന്ന ആഷിയാണ് ഈ തറവാട്ടിലെ മരുമകളായി എത്തുന്നത്. പ്രണയത്തിന്റെ 1000 നവരസങ്ങൾ ഒളിപ്പിച്ച കണ്ണുകളും ഹുസ്നുൽ ജമാലിനെ വെല്ലുന്ന അഴകുമായി അനീസിന്റെ മണവാട്ടിയായി അവൾ അവിടെ മിന്നിത്തിളങ്ങി. കല്യാണപ്പന്തലിലെ സർവ്വ കണ്ണുകളും ആ സുന്ദര രൂപത്തിൽ ഉടക്കി നിന്നു. നിക്കാഹിന്റെ തിരക്കുകൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം അടുത്ത ലക്ഷ്യം മണവാട്ടിക്ക് മഹർ ചാർത്തുക എന്നതാണ്. അനീസും കൂട്ടുകാരും ബന്ധുക്കളും അടങ്ങുന്ന വലിയൊരു സംഘം അബൂബക്കർ സാഹിബിന്റെ വീട്ടിലേക്ക് തിരിച്ചു. തങ്ങളുടെ മരുമകനെ വരവേൽക്കാൻ അബൂബക്കർ സാഹിബും കുടുംബവും ഒട്ടും പിന്നിലായിരുന്നില്ല. സാഹിബിന്റെ വീടും വധുവിനെ പോലെ തന്നെ അതീവ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിന്നു. മണവാട്ടിക്ക് മാറി ചാർത്തുന്ന സുന്ദരമായ ചടങ്ങുകൾക്ക് ശേഷം വിഭവസമൃദ്ധമായ സൽക്കാരം എല്ലാം കഴിഞ്ഞ് മാറി ചാർത്തിയവന്റെ പാതിയായി സ്വന്തം വീടിന്റെ പടിയിറങ്ങി ആഷി അനീസിനൊപ്പം ബീരാൻ ഹാജിയുടെ തറവാട്ടിലേക്ക് യാത്രയായി. ആഡംബരങ്ങളുടെ നടുവിലേക്ക് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം കുറിച്ച് അനീസിന്റെ മണവാട്ടി ആദ്യമായി കാലെടുത്തു വെച്ചു. ബീരാൻ ഹാജി വലിയ സന്തോഷത്തിലായിരുന്നു. തന്റെ പദവിക്കും പത്രാസിനും ചേരുന്ന ഒരു തറവാട്ടിൽ നിന്ന് തന്നെ മകന് പെണ്ണ് കിട്ടിയത് അദ്ദേഹം ഒരു വിജയമായി കണ്ടു. ആഡംബരത്തിന്റെ കാര്യത്തിലും വലിയ വർത്തമാനം പറയുന്നതിലും ഹാജിയാരെ വെല്ലാൻ ആ നാട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹാജിയാരുടെ ആ പത്രാസൊന്നും അദ്ദേഹത്തിന്റെ ഭാര്യയോ മക്കളെയോ ബാധിച്ചിരുന്നില്ല. അവർ തികച്ചും സാധാരണക്കാരായ പാവം മനുഷ്യരായിരുന്നു. തന്റെ പെങ്ങന്മാരെല്ലാം നല്ല നിലയിലുള്ള കുടുംബങ്ങളാണ് ചെന്നുപെട്ട്. അതുകൊണ്ട് തന്നെ തനിക്കൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി മതിയെന്നായിരുന്നു അനീസിന്റെ ഉള്ളിൽ ആഗ്രഹം. അമിതമായ ആഡംബരങ്ങളെക്കാൾ മനസ്സിനിണങ്ങിയ ഒരു പങ്കാളിയായിരുന്നു അവൻ കൊതിച്ചത്. തന്റെ ഈ നിലപാട് അവൻ ഉപ്പയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഹാജിയാർ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ആ വാശിക്ക് മുമ്പിൽ അനീസിന്റെ ആഗ്രഹങ്ങൾ പാതി വഴിയിൽ തകർന്നു പോയി. എങ്കിലും അവൻ പരാതികളില്ലാതെ സ്വീകരിച്ചു. കാരണം ഇന്നേ ഒരു ഉപ്പയുടെ ഒരു വാക്കിനെതിരെ നിന്ന് അവന് ശീലമില്ലായിരുന്നു. ഉപ്പയുടെ സന്തോഷമാണല്ലോ വലുത്, ഇതും അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് കരുതി അവൻ സ്വയം ആശ്വസിച്ചു. ആ നാട്ടിലെ ഗവൺമെന്റ് സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു അനീസ്. പത്രാസ് കാണിക്കുന്ന ഉപ്പയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരോടും സ്നേഹത്തോടെയും വിനയത്തോടെയും പെരുമാറുന്ന അനീസ് മാഷ് നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു. കല്യാണത്തിന്റെ ആരവങ്ങൾ പതുക്കെ അടങ്ങി തുടങ്ങി. വിരുന്നുകാരും ബന്ധുക്കളുമെല്ലാം ഓരോരുത്തരായി അവരവരുടെ വീടുകളിലേക്ക് യാത്രയായി. ആഡംബരത്തിന്റെ പൊലിമയിൽ നിറഞ്ഞെന്ന ആ വലിയ വീട്ടിൽ ഒടുവിൽ ബാക്കിയായത് അനീസും ആഷിയും പിന്നെ ഉമ്മയും ഉപ്പയും പെങ്ങന്മാരും ഏതാനും ജോലിക്കാരും മാത്രമാണ്. ഹാജിയാരാൽ പാമ്പാവം പറയുന്ന പ്രകൃതക്കാരനാണെങ്കിലും ആ വീട്ടിൽ എപ്പോഴും ചിരിയും കളികളും നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ അനീസിന്റെ കല്യാണത്തിന് ശേഷം ആ വലിയ തറവാട്ടിനുള്ളിൽ എന്തോ ഒരു മ്ലാനത തളം കെട്ടി നിന്നു. പുറമേ നോക്കിയാൽ വീട്ടുകാരെല്ലാം സന്തോഷത്തിലായിരുന്നു. പക്ഷേ അനീസിന്റെ മുഖത്ത് എന്തോ ഒരു വേദനയുടെ നിഴൽ പറ്റിപ്പിടിച്ചിരുന്നു. ആ സങ്കടം പുറത്തു കാണിക്കാതെ എല്ലാവരുടെ മുമ്പിൽ അവൻ സന്തോഷവാനായി നടന്നു. ആഷിയുടെ അവസ്ഥയും മറ്റൊന്നല്ലായിരുന്നു. ആർക്കിടയിൽ അനീസിനും ആഷിക്കും പിന്നെ പടച്ചവനും മാത്രം അറിയുന്ന എന്തോ ഒരു നിഗൂഢമായ പ്രശ്നം നിഴലിച്ച് നിന്നിരുന്നു. ആദ്യ രാത്രി 1000 സ്വപ്നങ്ങളുമായി ദാമ്പത്യത്തിന്റെ പുതിയൊരു ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന അസുലഭ നിമിഷം. താൻ ആഗ്രഹിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് മുൻപുള്ള പെണ്ണിനെ ഉപ്പ തനിക്ക് നൽകിയതിൽ അനീസ് മനസ്സാ സന്തോഷിച്ചിരുന്നു. ഏതൊരാളിനെയും പോലെ മനസ്സ് നിറയെ പ്രതീക്ഷകളും പ്രണയവുമായി അവൻ തന്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ ആഷിയാരോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അവനെ കണ്ടതും അവൾ പെട്ടെന്ന് മറുപുറത്തുള്ള ആളോട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അനീസ് വാതിൽ നോക്കിയത് അവിടെ അരിയിലേക്ക് നടന്നു. മേശപ്പുറത്ത് അവനെ കാത്ത് അവൾ കൊണ്ടുവച്ച പാലുണ്ടായിരുന്നു. പെട്ടെന്ന് മനസ്സിൽ വല്ലാത്തൊരു ഇഷ്ടം അവളോട് തോന്നിയതും അവളെ നോക്കി അവൻ പതിയെ പറഞ്ഞു, പെണ്ണേ, നിനക്ക് എന്തൊരു മൊഞ്ചാടി. നിറഞ്ഞ പുഞ്ചിരിയോടെ അത്രയും സ്നേഹത്തോടെ അവിടെ അരികിലേക്ക് നീങ്ങി. പതുക്കെ ആ തോളിൽ കൈവച്ചതും എന്തോ ആപടത്തിൽപ്പെട്ടതോളം അവൾ ഞെട്ടിമാറി. അനീസ് പകച്ചുപോയി. ആഷി, എന്തോ ചെയ്ത്? നീ പേടിച്ചോ? അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സാറില്ല, നീ പേടിക്കണ്ട, വാ ഒന്നിവിടെ ഇരിക്കും. എന്നാൽ അവിടെ മറുപടി അവൻ തളർത്തിക്കളഞ്ഞു. ഏയ്, ഞാൻ വരില്ല, നിങ്ങളെന്നോട് ക്ഷമിക്കണം. എനിക്ക് മറ്റൊരാളെ ഇഷ്ടം. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ പ്രണയത്തില്ല.
അവനല്ലാതെ മറ്റൊരാൾക്കും എന്റെ മനസ്സോ ശരീരമോ പകുത്തങ്ങാൻ എനിക്കാവില്ല. ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു തീർത്ത വാക്കുകൾ അനീസിന്റെ കാതുകളിൽ ഇടുത്തി പോലെയാണ് വന്ന് പതിച്ചത്. അല്ലാ, എന്താ ഈ സംഭവിക്കുന്നത്? ഒരു നിമിഷം കൊണ്ട് ഭൂമി തന്നെ കറങ്ങുന്ന പോലെ അവന് തോന്നി. ഉള്ളിൽ നെയ്തു കൂട്ടിയ സ്വപ്ന കൊട്ടാരങ്ങൾ നിമിഷ നേരം കൊണ്ട് തകർന്നടിഞ്ഞു. വല്ലാത്തൊരു വേദനയോടെ അവളെ ഒന്ന് നോക്കി അവൻ തിരിഞ്ഞടന്നു. കണ്ണുകളിൽ ഇരുട്ടുകയറുന്ന പോലെ തോന്നിയെങ്കിലും അവനെങ്ങനെയോ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ പുറത്തേക്ക് നാളെ കണ്ട് അനീസ് ഞെട്ടിത്തരിച്ച് നിന്നുപോയി. ഉപ്പയെ അപ്രതീക്ഷിതമായി മുന്നിൽ കണ്ടതും അവനാകെ പതറിപ്പോയി. ഉള്ളിൽ നിന്ന് ഇരച്ചു വരുന്ന സങ്കടവും നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളും ആ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് അങ്ങനെ മറച്ചു പിടിക്കുമെന്ന് അവൻ അറിയില്ലായിരുന്നു. മക്കളുടെ ഉള്ളിലെ ഏത് ചെറിയ വേദനയും അവരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നവരാണല്ലോ മാതാപിതാക്കൾ. ഉപ്പയുടെ തുളച്ചേറുന്ന നോട്ടത്തിനു മുമ്പിൽ തകർന്നു പോകാൻ നിൽക്കാൻ അവൻ നന്നേ പാടുപെട്ടു. അല്ല മോനെ, ഈ സമയത്ത് ഇതെങ്ങോട്ടാ? മോളുടെ അടുത്തേക്ക് ചെല്ല്. ആജിയാരുടെ ആ ചോദ്യം അവനെ ശരിക്കും ഒലിച്ചു കളഞ്ഞു. അതുപ്പ ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക്. വാക്കുകൾ കിട്ടാതെ അനീസ് തപ്പിത്തടഞ്ഞു. മറ്റൊന്നും പറയാൻ നിൽക്കാതെ എങ്ങനെയോ വാക്കുകൾ ഒപ്പിച്ചെടുത്താൽ വീണ്ടും ആ മുറിയിലേക്ക് തന്നെ കയറി വാതിലടച്ചു. ആഷിയൊന്നും നോക്കുപോലും ചെയ്യാതെ അവൻ നേരെ ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. ചങ്കിൽ തടഞ്ഞു നിൽക്കുന്ന ആ സങ്കടം നിയന്ത്രിക്കാൻ അവനായില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ആണുങ്ങൾ കരയരുതെന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും അവരുടെ ഉള്ളിലെ വേദനകൾക്കും നീറ്റിലിനും പഞ്ഞമുണ്ടാവുമോ? ചെറുപ്പം മുതൽ ഇന്ന് വരെ വലിയൊരു സങ്കടം എന്താണെന്ന് അനീസ് അറിഞ്ഞിട്ടില്ല. ആഗ്രഹിക്കുന്നതിനേക്കാൾ മുമ്പേ എല്ലാം സാധിച്ചിരുന്ന ഉപ്പയായിരുന്നു അവന്റെ ലോകം. വിവാഹത്തിന്റെ കാര്യത്തിലും ഉപ്പയൊരുക്കിയ ആഡംബരങ്ങൾ കുറവുണ്ടായിരുന്നില്ല. പക്ഷേ എവിടെയാണ് പിഴച്ചത്? തന്റെ അഭിമാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കാത്ത ഉപ്പക്കാണോ തെറ്റുപറ്റിയത്? അതോ ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിച്ച് എല്ലാ രഹസ്യങ്ങളും ഉള്ളിലൊളിപ്പിച്ച് തന്റെ ജീവിതത്തിലേക്ക് വന്ന ആഷിക്കോ? അതോ ഇവരുടെ എല്ലാം നടുവിൽ നിന്ന് നീറുന്ന തനിക്കോ? ചിന്തകളുടെ വേലിയേറ്റത്തിൽ അവന്റെ മനസ്സൊന്നുലഞ്ഞു. ആ വേദനയിൽ നിന്ന് സ്വയം മോചിതനാവാൻ അവൻ കുറച്ചധികം സമയമെടുത്തു. എങ്കിലും തളർന്നു പോവാതെ എല്ലാം സഹിക്കാനും ഈ പ്രശ്നത്തിന് വിവേകപൂർണമായ ഒരു പരിഹാരം കണ്ടെത്താനും അവൻ തന്നെ മനസ്സിനെ പാകപ്പെടുത്തി. ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴും ആഷി തലതാഴ്ത്തി ബെഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഒരു നിമിഷം അവൾ നോക്കിയ ശേഷം അവനൊന്നും മിണ്ടാതെ ബെഡിന്റെ ഒരു അറ്റത്തിരുന്നു. ആഷി, അവൻ മെല്ലെ വിളിച്ചു. പെട്ടെന്ന് വല്ലാത്തൊരു ഞെട്ടലോടെ അവൾ ചാടി എഴുന്നേറ്റു. അത് കണ്ട് അനീസ് ഒന്ന് കൈയുയർത്തി അവളെ തടഞ്ഞു. വേണ്ട, നീ അവിടെ തന്നെ ഇരുന്നോളൂ. ഞാൻ നിന്നൊന്നിനും നിർബന്ധിക്കില്ല, ബുദ്ധിമുട്ടിക്കയില്ല. പക്ഷേ എനിക്കെല്ലാം അറിയണം. ആനയുടെ മുഖത്തേക്ക് നോക്കി തുടർന്നു. നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അതൊന്നുപോലും വിട്ടുപോകാതെ നീ എന്നോട് പറയണം. വിവാഹത്തിന് മുമ്പ് ഒരു വാക്കുപോലും ആരോടും പറയാതെ എന്തിനാ നീ ഇതെല്ലാം മനസ്സിലൊളിപ്പിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കയറിയത്? എനിക്കെല്ലാം അറിയണം ആഷി, പറ. ശരി, ഞാനെല്ലാം പറയാം. പക്ഷെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ വെറുക്കരുത്. വിക്കി അവളത് പറയുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ഇല്ല, നീ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, അനീസ് ശാന്തനായി പറഞ്ഞു. അവളുടെ ആകപ്പാടെയുള്ള അവസ്ഥ കണ്ട് അവൻ വീണ്ടും കൂട്ടിച്ചേർത്തു. ഇന്ന് നിനക്ക് വയ്യെന്നുണ്ടെങ്കിൽ സാധനമില്ല, നമുക്ക് നാളെ സംസാരിക്കാം. വേണ്ടിക്ക, അവൾ പെട്ടെന്ന് തടഞ്ഞു. ഇന്ന് തന്നെ, ഇപ്പൊ തന്നെ ഞാനെല്ലാം പറയാം. ഇനി ഇത് ഉള്ളിൽ വെച്ച് നീറാൻ എനിക്ക് വയ്യ. അന്നൊരു ദിവസം കോളേജ് ക്യാമ്പസിന്റെ ഗേറ്റ് കടന്ന് പ്രണയത്തിന്റെ വർണ്ണങ്ങൾ വാരി വിതറിയ മുൻസുമായി അവൻ നടന്നു വരികയായിരുന്നു. നിയാസ്, കൂടെ അവനൊരു കൂട്ടുകാരനുമുണ്ട്. ആ സമയം ക്യാമ്പസിന്റെ മറുഭാഗത്ത് ആഷിയും കൂട്ടുകാരൻ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് നിയാസിന്റെ അരികിലൂടെ ഒരു ബൈക്ക് ചീറിപ്പാഞ്ഞു വന്ന് നിയാസിനെ തട്ടിയില്ലെന്നോണം പാഞ്ഞുപോയ ആ ബൈക്കിന്റെ വേഗതയിൽ അവനൊന്ന് നിയന്ത്രണം വിട്ട് വീഴാൻ പോയി. ഭാഗ്യത്തിന് തെന്നിമാറിയുകൊണ്ട് വലിയ അപകടമൊന്നും സംഭവിച്ചില്ല. ആ ബഹളം കേട്ടാണ് ആഷിയും കൂട്ടുകാരും അങ്ങോട്ട് ശ്രദ്ധിച്ച് പരിഭ്രമത്തോടെ അവർ നിയാസിന്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്തെങ്കിലും പറ്റിയോ? നിയാസിനെ നോക്കി ആഷി ചോദിച്ചു. ഇല്ല, പെട്ടെന്ന് മാറിയോണ്ട് രക്ഷപ്പെട്ടു. അവളെ നോക്കി അവൻ മറുപടി പറഞ്ഞ നിമിഷം ആഷിയുടെ ഉണ്ടക്കണ്ണുകൾ നിയാസിന്റെ വെള്ളാരം കണ്ണുകളിൽ ഉടക്കി നിന്നു. തിരിച്ചവന്റെ നോട്ട ആ വലിയ മിഴികളിലും. ഏതോ മായാജാലം തീർത്ത പോലെ ചുറ്റുമുള്ള ലോകം മറന്ന് അവൻ കുറച്ചു നേരം അങ്ങനെ നിന്നുപോയി. പെട്ടെന്ന് നിയാസിന്റെ സുഹൃത്ത് അവന്റെ തോളിൽ തട്ടിയതും ബോധം വന്ന നിയാസ് തന്റെ കൂട്ടുകാരനെയും കൂട്ടി അവിടുന്ന് വേഗത്തിൽ നടന്നു നീങ്ങി. പക്ഷേ ആ നിമിഷങ്ങൾ ആഷിയുടെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ആ വെള്ളാരം കണ്ണുകളോടും അതിന്റെ ഉടമയോടും അവൾക്ക് വല്ലാത്തൊരു പ്രണയം തോന്നി തുടങ്ങി. ചിലരോട് പ്രണയം തോന്നാൻ നിമിഷങ്ങൾ മതിയെന്ന് പറയുന്ന പോലെ ആഷിയുടെ മനസ്സിൽ നിയാസ് കുടിയേറി കഴിഞ്ഞിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ക്യാമ്പസിൽ അവൻ വരുന്ന ഓരോ വഴികളിലും അവൾ അവനായി കാത്തിരുന്നു. പലപ്പോഴും അവന്റെ മുമ്പിൽ ചെന്ന് വിട്ടിട്ടും ഉള്ളിലെ ഇഷ്ടം തുറന്നു പറയാൻ അവൾക്ക് ധൈര്യം വന്നില്ല. ഒടുവിൽ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരി സുനൈന വഴി അവൾ ആ രഹസ്യം നിയാസിനെ അറിയിച്ചു. പക്ഷെ ആഷി പ്രതീക്ഷിച്ച മറുപടിയിൽ അവന് നൽകാനുണ്ടായിരുന്നു. യാതൊരു ദയമില്ലാതെ അവൻ ആ ഇഷ്ടം നിരസിച്ചു. തനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലെന്ന് അവൻ അവളോട് തുറന്നു തന്നെ പറഞ്ഞു. ആ വാക്കുകൾ ആഷിയുടെ നെഞ്ചിൽ ഒരു മുള്ളുപോലെ തറച്ചു. പക്ഷേ നിയാസ് നിരസിച്ചുകൊണ്ട് ആ ഇഷ്ടത്തിൽ നിന്ന് പിന്തിരിയാൻ ആഷിക്ക് കഴിഞ്ഞില്ല. അവനോടുള്ള പ്രണയം ആളുടെ ഉള്ളിൽ അത്രമേൽ ആഴത്തിൽ വേരൂന്നിയിരുന്നു.
എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നാലും അവന് തന്നെ തനിക്ക് വേണമെന്ന് അവൾ ഉറപ്പിച്ചു. ആ വെള്ളാരം കണ്ണുകളുടെ തിളക്കം മറ്റൊരു പെണ്ണിനെ ആസ്വദിക്കാൻ വിട്ടുകൊടുക്കില്ലെന്ന വാശിയോടെ അവൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു. ഓരോ തവണ അവൾ അരികിലെത്തുമ്പോഴും എന്തെങ്കിലും ഒഴിവഴികൾ പറഞ്ഞ് നിയാസ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. എന്നാലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത ആഷി അവന്റെ ആ മൗനത്തിന്റെ കാരണം തേടി പിന്നാലെ നടന്നു. അവൾ തന്നെ നിഴലായി കൂടേണ്ട നിയാസിന് അറിയാമായിരുന്നു. എന്നിട്ട് അവനൊന്നും മിണ്ടാതെ തന്റെ ലോകത്ത് ഒതുങ്ങിക്കൂടി. അവനേത് മറ്റാർക്കും പ്രവേശനമില്ലാത്ത തികച്ചും വ്യത്യസ്തമായൊരു ലോകമായിരുന്നു. ഒടുവിൽ നിരന്തരമായ അന്വേഷണങ്ങൾക്കൊടുവിൽ നിയാസിനെ കുറിച്ചുള്ള ആ സത്യങ്ങൾ ഓരോന്നായി അവൾ തിരിച്ചറിഞ്ഞു. നിയാസ് ആ വെള്ളാരം കണ്ണുകളിൽ തിളങ്ങിയെന്ന് പ്രണയമായിരുന്നില്ല, മറിച്ച് ഒരായുസിന്റെ മുഴുവൻ സങ്കടങ്ങളായിരുന്നു. കുടിയനായ ഒരു ഉപ്പയുടെയും ജീവിതത്തോട് പൊരുതുന്ന ഒരു പാവ ഉമ്മയുടെയും മൂത്ത മകൻ. അവന് താഴെ ഒരു അനിയൻ കൂടിയുണ്ട്. കൂലിപ്പണിക്കാരനായ ഉപ്പ പകൽ മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ബാറുകളിൽ നൽകി പാതിരാത്രിയിൽ വീട്ടിലെത്തുമ്പോൾ മക്കൾക്ക് അദ്ദേഹം വെറും ഒരു അതിഥി മാത്രമായിരുന്നു. ആ വീടിന്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്നും വിശപ്പിൽ നിന്നും മക്കളെ രക്ഷിക്കാൻ മറ്റുള്ളവരുടെ വീടുകളിൽ പണിക്ക് പോയി ജീവിതം തള്ളി നീക്കുന്ന ഒരു പാവ ഉമ്മയായിരുന്നു അവരുടെ ഏക തണൽ. ഓരോ ദിവസം കഴിയുമ്പോഴും തന്റെ മക്കളുടെയും ഭാവി ഓർത്തോർത്ത് ആ ഉമ്മ ആരും കാണാതെ വിതുമ്പിക്കൊണ്ടിരുന്നു. എങ്കിലും ആ കണ്ണീരിനിടയിലും അവരുടെ ഏക പ്രതീക്ഷ മകൻ നിയാസിലായിരുന്നു. അവനെ പഠിപ്പിച്ച് വലിയൊരു നിലയിലെത്തിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ പരിഹാസങ്ങളും ആട്ടും തുപ്പുമെല്ലാം ആവോളം ആ ഉമ്മ സഹിച്ചു. പകൽ മുഴുവൻ മറ്റുള്ളവരുടെ വീടുകളിൽ പണിയെടുത്ത് തളർന്നു വന്നാലും മക്കൾക്ക് എന്തെങ്കിലും വെച്ച് വിളമ്പി അവരെ ഉറക്കിയിട്ട് ആ ഭർത്താവിനെ കാത്തിരിക്കുന്ന ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. എത്ര ആക്ഷേപിച്ചാലും എത്ര ഉപദ്രവിച്ചാലും തന്റെ ഭർത്താവ് പാതിരാത്രിയിൽ വേച്ച് വരുന്ന നോക്കി ആ ഉമ്മറപ്പടിയിൽ കാത്തിരിക്കും. അദ്ദേഹം വീട്ടിലെത്തിയാലോ അന്ന് ബാറിൽ മറ്റാരുമായെങ്കിലും വഴക്കോ അടിപിടിയോ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി ദേഷ്യം മുഴുവൻ തീർക്കുന്നത് ആ പാവ ഉമ്മയുടെ മേലായിരിക്കും. ആ ആട്ടും തല്ലും സഹിച്ചും അവർ ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചു. അത്രയും പരിതാപകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന നിയാസിന്റെ ഏക ലക്ഷ്യം പഠനം പൂർത്തിയാക്കി എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കുക എന്ന് മാത്രമായിരുന്നു. പ്രണയത്തിനോ സ്വപ്നങ്ങൾക്കോ അവന്റെ ജീവിതത്തിൽ സ്ഥാനമില്ലായിരുന്നു. നിയാസിന്റെ സുഹൃത്തിൽ നിന്ന് ഈ കഥകളെല്ലാം കേട്ടപ്പോൾ ആഷിയുടെ നിയന്ത്രണം വിട്ടുപോയി. തന്റെ പ്രണയത്തേക്കാൾ വലിയൊരു ജീവിത പോരാട്ടമാണ് അവൻ നയിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരഞ്ഞു. ഇല്ല, നിയാസിന്റെ കൺവെട്ടത്തിന് ഞാൻ പോകാൻ പാടില്ല. എന്റെ ഈ ഇഷ്ടം കാരണം അവന്റെ ജീവിതം തകരരുത്. എന്റെ പ്രണയം അത് എത്ര വലുതാണെങ്കിലും അത് ഞാൻ എന്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിക്കോളാം. തകർന്നുപോയ മനസ്സോടെ ആഷി അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആരോടും ഒന്നും മിണ്ടാതെ കണ്ണീർ തുടച്ചു മാറ്റി അവൾ തന്റെ വീട്ടിലേക്ക് നടന്നു. പിറ്റേ ദിവസം മുതൽ അവളാകെ മാറിപ്പോയി. നിയാസിനെ കാണാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ അവൾ ബോധപൂർവ്വം ഒഴിഞ്ഞു മാറി. ആരോടും അധികം സംസാരിക്കാതെ തന്റെ പഠനത്തിലും വീട്ടിലെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവൾ ഒരു മൗനവ്രതം എടുത്തു. ഉള്ളിൽ പ്രണയത്തിന്റെ കടൽ ഇരുമ്പൊന്നുണ്ടായിരുന്നുവെങ്കിലും പുറമേ അവൾ ശാന്തയായിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞുപോയി. ഓർമ്മകളിൽ നിയാസിനെ മായ്ച്ചു കളയാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി തികച്ചും അപ്രതീക്ഷിതമായി ആഷിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.